പരസ്പര സ്നേഹത്തിനും ലോകസമാധാനത്തിനുമായി വേറിട്ട നിലപാടും ലളിത ജീവിതവും നയിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം ലോക ജനതയ്ക്ക് തീരാ നഷ്ടമാണ്. മാർപ്പാപ്പയുടെ വിയോഗം തീർത്ത വേദനയിൽ ലോകം വിതുമ്പി. ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷപദം അലങ്കരിച്ച് ലോകത്തിന്റെ ആകെ ആദരവ് ഏറ്റുവാങ്ങുമ്പോഴും തികച്ചും സാധാരണക്കാരനെ പോലെ ലളിത ജീവിതം നയിക്കുക, മനുഷ്യ സ്നേഹത്തിന്റെ മറുവാക്കായി മാതൃകാപരമായ ജീവിതത്തിലൂടെ സഭാവിശ്വാസികളും അല്ലാത്തവരുടെയും മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിക്കൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മടക്കം. കാഴ്ചപ്പാടുകൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും വ്യത്യസ്തനായ പോപ്പ് ഫ്രാൻസിസ് വത്തിക്കാനിലെ അപ്പസ്തോലിക് കൊട്ടാരത്തിലെ താമസം പോലും വേണ്ടെന്ന് വെച്ച് മറ്റു പുരോഹിതന്മാരോടൊപ്പം ഒരു കമ്മ്യൂണിറ്റി കെട്ടിടത്തിലെ 2 മുറികൾ മാത്രമുള്ള വസതിയാണ് താമസത്തിനായി തെരഞ്ഞെടുത്തത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ അപ്പസ്തോലിക് കൊട്ടാരത്തിന്റെ ആഡംബരങ്ങളെല്ലാം ഉപേക്ഷിച്ചായിരുന്നു ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിലെ സാന്താ മാർത്ത ഗസ്റ്റ് ഹൗസ് തെരഞ്ഞെടുത്തത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മുകളിലത്തെ നിലയിലുള്ള ഒരു ഗ്രാൻഡ് പേപ്പൽ അപ്പാർട്ട്മെന്റാണ് അതുവരെ മാർപ്പാപ്പയ്ക്കായി നീക്കിവെച്ചിരുന്നത്. മുൻപുള്ള മാർപ്പാപ്പമാരിൽ കൂടുതൽ പേരും അപ്പസ്തോലിക് കൊട്ടാരത്തിലായിരുന്നു താമസിച്ചു വന്നിരുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പയസ് 10-ാമൻ മാർപ്പാപ്പയുടെ ഭരണകാലം മുതൽ എല്ലാ മാർപ്പാപ്പമാരും അപ്പസ്തോലിക് കൊട്ടാരത്തിലായിരുന്നു താമസം. 1 ഡസനിലധികം മുറികൾ, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ടർസ്, റോം നഗരത്തിന്റെ വിശാലമായ കാഴ്ചകൾ ഇവയെല്ലാം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ അപ്പസ്തോലിക് കൊട്ടാരത്തിൽ നിന്നും കാണാമായിരുന്നു. എന്നാൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും വളരെ അകലെയല്ലാത്ത വത്തിക്കാനിലെ സാന്താ മാർത്ത ഗസ്റ്റ് ഹൗസ് തന്റെ ഒപ്പം അടുപ്പം പാലിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എങ്കിലും പോപ്പിന്റെ ചേംബറുകൾക്ക് നിയന്ത്രണങ്ങളും കാവലും ഉണ്ടായിരുന്നു. എന്നാൽ കെട്ടിടത്തിലെ പൊതു ഇടങ്ങളിലേക്കും മറ്റു പുരോഹിതർക്കൊപ്പം ചേർന്ന് നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനുമായി ഡൈനിങ് റൂമിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു. അതേ ഗസ്റ്റ് ഹൗസിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. പോപ്പ് ഫ്രാൻസിസിന്റെ മരണശേഷം മെഴുകും ചുവന്ന റിബണും ഉപയോഗിച്ച് സാന്താ മാർത്തയിലെ അപ്പാർട്ട്മെന്റ് ഔദ്യോഗികമായി സീൽ ചെയ്തു കഴിഞ്ഞു. Iniziamo con la preghiera. Santi Requiem aeternam dona eis Domine, Spesa ei Domine, et lux perpetua luce Deis, requiescat in pace. ആയിരത്തിഎണ്ണാളന്മാർ എല്ലാം തന്നെ ഈ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചു വരുന്നത്. മാർപ്പാപ്പയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെന്റ് മേരീസ് മേജർ ബസിലിക്കയിലായിരിക്കണമെന്നാണ് മാർപ്പാപ്പയുടെ മരണപത്രത്തിൽ പറയുന്നത്. സഭയുടെ സ്ഥാപകനെന്ന് ക്രിസ്തു ശിഷ്യൻ പത്രോസിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് മുൻ മാർപ്പാപ്പമാരിൽ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത്. ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ലെന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതിയെന്നും മാർപ്പാപ്പയുടെ മരണപത്രത്തിൽ പറയുന്നു. ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് മാർപ്പാപ്പയുടെ മരണവാർത്ത അറിഞ്ഞ് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഇന്ത്യ വിഷൻ മീഡിയ.